ശ്രീ മഹാദേവി നമ. ഓം. ശ്രീമദ്ദേവി മഹാഭാഗവതം, അതിൻ്റെ മാഹാത്മ്യം. സ്കന്ദപുരാണത്തിലെ മാനസഖണ്ഡത്തിലെ 3 അധ്യായം നമ്മളിപ്പോൾ പാരായണം ചെയ്തു. ഒന്നാമത്തെ ഭാഗത്തിൽ ഇനി രണ്ടാമത്തെ ഭാഗം 4ഉം 5ഉം 2 അധ്യായങ്ങൾ 193 ശ്ലോകങ്ങളെ പാരായണം ചെയ്യണു. ഇപ്പോൾ 190 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. 383 ശ്ലോകങ്ങളാണ് 5 അധ്യായങ്ങളിലായിട്ട് ദേവി ഭാഗവത മാഹാത്മ്യത്തിൽ ഉള്ളത്. ഓം. അഗസ്ത്യനും സുബ്രഹ്മണ്യനും തമ്മിലുള്ള സംവാദമായിട്ട് ദേവി വർണ്ണനകൾ, ദേവി ലീലാ വർണ്ണനകൾ പറയണു. ഇപ്പോൾ ഇതിൽ ഒരു കഥ പറയുകയാണ്. ചീത്ത മകളുണ്ടായിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അത് ചില പ്രാകൃതികമായിട്ടുള്ള ചില ഭാവങ്ങളെ കൊണ്ട് വരാറുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു നാളിന് ഗണ്ഡാദ്യത്തിന് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടൊരു ചെറിയ ദോഷം. അപ്പോൾ അതിനെക്കൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അമ്മയെ ഭജിക്കുന്നു. ആ അമ്മയിൽ നിന്നും അനുഗ്രഹം നേടിക്കൊണ്ട് അതിൻ്റെ പരിഹാരവും സംഭവിക്കുന്നു. ആ കഥകളാണ്. ദേവിയുടെ അനുഗ്രഹം നമുക്ക് കേൾക്കാം. ഓം. സൂതൻ വിചിത്രമേ ഉരൽപ 4-ാം അധ്യായം. ഓം. ശ്രീമദ്ദേവി ഭാഗവത മാഹാത്മ്യം 4-ാം അധ്യായം. സൂതൻ. ഓം. വിചിത്രം ഈ ദിവ്യകഥ കേട്ടോര കുംഭസംഭവൻ വീണ്ടും കേൾക്കാൻ ആശ കൊണ്ട് ഈ വണ്ണം ചൊന്നിതു സാദരം അഗസ്ത്യൻ. ദേവസേനാപതേ ദേവ, വിചിത്രം കഥ കേട്ടു ഞാൻ. ദേവി ഭാഗവതത്തിൻ്റെ വൈഭവം ചൊൽക വേറെയും സ്കന്ദൻ. ആ പുരാണ പ്രഭാവത്തെ ഏതാണ്ടൊന്നു കഥിപ്പതായി കഥയൊന്നോതുവൻ കേൾക്കാമിത്രാവരുണ സംഭവ. ഇതിൽ ഗായത്രി തൻ ധർമ്മവിസ്താരവും അടങ്ങിടും. ഗായത്രി മഹിമാവുള്ളതത്രേ ഭാഗവതം മുനെ, പേരവ്വിധം ഭഗവതിയുടേത് എന്നതുകൊണ്ടു താൻ ബ്രഹ്മവിഷ്ണു ശിവാരാധ്യയാണ് ആ ദേവി പരാൽപരാ. ഗായത്രി വിസ്താരം ഇത്രയും പറയുന്ന വേറൊരു പുരാണം ഉണ്ടെന്ന് തോന്നുന്നില്ല. അതേപോലെ തന്നെ ശിവനും പാർവതിയും തമ്മിൽ താൻ തന്നെ രണ്ടായിട്ട് ഇരിക്കുന്ന ഭാവത്തിലാണ് അമ്മ എല്ലാവരിൽ നിന്നും ഈ ഭജനകളെ സ്വീകരിക്കുന്നത് എന്നും പറയണം. ദേവി ഭാഗവതം ദേവി ഈ പ്രത്യക്ഷ വാങ്മയി രൂപമായിട്ട് ഇതിൽ അന്തർഭവിച്ചത് കൊണ്ടാണ് ഇതിൻ്റെ പാരായണം കൊണ്ട് മാത്രം എല്ലാവിധ സുഖങ്ങളെയും ലഭിക്കുന്നത് എന്നും ഇതിൻ്റെ ഫലശ്രുതിയിൽ പറയണം. ഉണ്ടായി പണ്ട് ഋതവാക്ക് എന്ന മഹാത്മാവിനൊരാത്മജൻ, രേവതിക്ക് അന്ത്യപാദത്തിൽ ഗണ്ഡാന്തത്തിൽ ഋഷീശ്വര. ജാതകർമാദിയും പിന്നെ ചൗളോപനയനാദിയും വിധി പോൽ ചെയ്തു സംസ്കാരമെല്ലാം അവനു താപസൻ. എന്നു തൊട്ട മഹാത്മാവിനസുതൻ ജാതനായതോ അന്ന് തൊട്ടം മുനിക്കുണ്ടായി ശോകരോഗാകുലത്വവും രോഷവും ലോഭവും. അതേ മട്ടുതാൻ രോഗപീഡയാൽ നിത്യം ദുഃഖിച്ചു വലയാനിടയായി തജ്ജനിത്രിയം. ഋതവാക്കം മുനിക്കുണ്ടായി ചിന്തയും പാരമിണ്ടലും. എന്തിതിൻ ഹേതു എന്തെൻ്റെ മകൻ ദുർബുദ്ധിയാകുവാൻ. കട്ടാനവൻ ബലാലേതോ മുനിപുത്രൻ്റെ ഭാര്യയെ മൂടൻ ഗണിച്ചില്ല തൻ്റെ പിതാക്കളുടെ രക്ഷയും. അതിനാൽ ആ ഋതവാക്കാം ആ മുനി ചൊന്നാൻ വിഷണ്ണനായി, കുപുത്രത്വത്തിനേക്കാളും ശ്രേഷ്ഠം താനിങ് അപുത്രത. നരകത്തിൽ അവൻ വീഴ്ത്തും പിന്നേറിന പിതാക്കളെ, ജീവിക്കുവോളമോ മാതാപിതാക്കൾ കേകും ഇണ്ടലും. ഹരേ, ഹാ പാപിയാം കുപുത്രൻ തൻ ജന്മം ദുഃഖത്തിനെ വരൂ ചെയ്യാ. സത്തുക്കൾക്കു നന്മ വൈരികൾക്ക് അപകാരവും. ഇപ്പോൾ പുത്രനുണ്ടായിക്കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ് എല്ലാവർക്കും. പക്ഷേ ചീത്ത പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഈ മരിച്ചുപോയവർക്കും കൂടി നരകത്തിലേക്ക് പോകേണ്ടി വരും. അത്രയ്ക്കും ചീത്ത എന്താ ചെയ്യുക? അന്യഭാര്യമാരെ കക്കുക തുടങ്ങിയിട്ടുള്ള ബ്രഹ്മഹത്യാ പാപങ്ങൾ, അതൊക്കെ മഹാപാപമല്ലേ? എന്താ ചെയ്യുക? അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. മാതാപിതാക്കൾക്ക് സുഖം അന്യന്മാർക്ക് ഉപകാരവും നൽകും. സൽപുത്രരുള്ള ഇടം വാഴുവോർ ധന്യർ മന്യതിൽ. കെടും കുപുത്രനാൽ വംശം കെടും കീർത്തി കുപുത്രനാൽ ഇങ്ങുമങ്ങും ദുഃഖം നിരയവും ഫലം. ഇപ്പോൾ ചീത്തപുത്രനുണ്ടായിക്കഴിഞ്ഞാൽ വംശം മുഴുവൻ നശിക്കും, കീർത്തി മുഴുവൻ അകീർത്തിയായിട്ട് മാറും. അതേപോലെ സർവർക്കും നരകവും ലഭിക്കും. എന്നാലോ നല്ല ഉണ്ണിയുണ്ടായത് വെച്ചാലോ ഇതൊക്കെ വിപരീതമായിട്ട് എല്ലാം ലയമായിട്ട് ഭഗവതിയിലേക്ക് ലയിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. കുപുത്രനാൽ കുലം നഷ്ടം, ജന്മം നഷ്ടം കുഭാര്യയാൽ, സുഖം നഷ്ടം കുമിത്രത്താൽ, ദിവസം താൻ കുഭുക്തിയാൽ,
അപ്പോൾ ചീത്ത ഉണ്ണികളുണ്ടായാൽ കുലം നഷ്ടമാവും, ചീത്ത ഭാര്യ ഉണ്ടായിക്കഴിഞ്ഞാൽ ജന്മം നഷ്ടമാവും, സുഹൃത്ത് നന്നല്ലാച്ചാൽ സുഖം ഒരിക്കലും ആ ജീവിതത്തിൽ കിട്ടില്ല, ഊണ് ശരിയായിട്ടില്ല വെച്ചാൽ ഭക്ഷണം നല്ലതല്ലെങ്കിൽ ആ ദിവസവും നഷ്ടമാവും. വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു നിയമമാണ്. കുപുത്രനാൽ കുലം നഷ്ടം, ജന്മം നഷ്ടം കുഭാര്യയാൽ, സുഖം നഷ്ടം കുമിത്രത്താൽ, ദിവസം താൻ കുഭുക്തിയാൽ. ദേവി ഭാഗവത മഹാത്മ്യത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ ശ്ലോകത്തിലാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. സ്കന്ദൻ ഏവം ആ ദുഷ്ടനാം പുത്രൻ തൻ്റെ ദുശ്ചെയ്തിയാൽ മനം വെന്തു നീറിയിടവേ പോയി ചോദിച്ചാൻ ഗർഗനോടവൻ. ഋതവാക്ക് ചോദിപ്പൂ ഭഗവൻ ചൊൽക പുത്ര ദൗശീല്യ കാരണം, ജ്യോതിശാസ്ത്ര ആചാര്യനല്ലോ ഭവാനെന്തേവമാകുവാൻ. ഗുരു ശുശ്രൂഷയാൽ വേദം വിധി പോലെ പഠിച്ചു ഞാൻ, ബ്രഹ്മചര്യം കടന്നുണ്ടായി വിധി പോലൻ വിവാഹവും, അനുഷ്ഠിച്ചാൻ ഭാര്യയൊത്ത് ഗാർഹസ്ഥ്യവും ഇവൻ സദാ, പഞ്ചയജ്ഞങ്ങളും ചെയ്തൻ വിധി പോൽ ഞാൻ മുനീശ്വര. കാലം ഈ കാമലിയിലെ എച്ഛയാലല്ല നരകപ്പേടി കൊണ്ടു ഞാൻ, ഗർഭോത്പാദനവും ചെയ്താൻ പുത്രാപ്തിക്കായി യഥാവിധി. ബന്ധുക്കൾക്കും പിതാക്കൾക്കും ഹഴൽ ചേർപ്പവനായി മകൻ, ദുശീലനായി വന്നത് എൻ്റെ കുറ്റമോ മാതൃദോഷമോ. ഇപ്പോൾ ഒരു ഗൃഹസ്ഥൻ ചെയ്യേണ്ടതായിട്ടുള്ള ധർമ്മങ്ങളെ മുഴുവൻ ഗർഗ മഹർഷിയോട് ഋതവാക്ക് പറഞ്ഞു. വേദം പഠിക്കണം, അത് പ്രവർത്തിക്കണം, ബ്രഹ്മചര്യം വേണം, വിവാഹം വേണ്ട വിധിക്ക് ചെയ്യണം, പുത്രന്മാരുണ്ടാവാൻ വേണ്ടി മാത്രം ഈ ഭോഗാദികൾ ചെയ്യണം, അതേപോലെ പഞ്ചയജ്ഞങ്ങൾ ചെയ്യണം. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? മുനിവാക്യം കേട്ടപോതാ ജ്യോതിശാസ്ത്ര വിശാരദൻ ഗർഗാചാര്യൻ ഹേതു ചിന്തിച്ചോദിനാനീ വിധം തഥാ. ഗർഗൻ കുറ്റമില്ല ഇതിൽ അങ്ങേക്കോ പത്നിക്കോ നിൻ കുലത്തിനോ, ഗണ്ഡാന്തം രേവതിക്ക് അന്ത്യം പുത്രദൗശീല്യ ഹേതുവായി. ഇപ്പോൾ ചിലപ്പോൾ ഇതുപോലെ നാളുകൾ തെറ്റായിട്ടുള്ള സമയത്ത് ജനിച്ചു കഴിഞ്ഞാൽ ആ ഉണ്ണിക്ക് ഇതുപോലെയൊക്കെ സംഭവിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിന് ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന് ഹോരാശാസ്ത്രം എഴുതിയതായിട്ടുള്ള ഗർഗ മഹർഷി വിധിച്ചു. ജ്യോതിശാസ്ത്ര പണ്ഡിതനാണ്. ദുഷിച്ചോരാ നേരമാണ് പുത്രനെ പെറ്റതാകയാൽ അഴലിനിടയായി മാറ്റില്ല ഇതിൽ കാരണം അല്പവും. ഹരേ പണിപ്പെട്ടൻ ദുഃഖശാന്തിക്ക് ആരാധിക്കുക ദുർഗയെ, ദുർഗാർത്തി പോക്കുമാ ലോകമാതാവിനെ മുനീശ്വര. ഗർഗവാക്യത്തിനാൽ രോഷമൂർച്ചയാർന്ന് ഋതവാക്കുടൻ രേവതിക്കേകിനാൻ ശാപം വ്യോമം വിട്ടുപതിക്കുവാൻ. അപ്പോൾ ആകാശത്തു നിന്നും രേവതി നക്ഷത്രം ഭൂമിയിലേക്ക് പതിക്കട്ടെ എന്ന് ശപിച്ചു ഋതവാക്ക് മുനി. അത് കണ്ട് മേരുവിലാണ് വന്നു വീണത്. ആ ശാപത്താൽ നഭസിങ്കൽ നിന്നും രേവതി വീണുടൻ ലോകമെല്ലാം നോക്കി നിൽക്കെ തിളങ്ങി കുമുദാദ്രിയിൽ. കുമുദം എന്ന് പറഞ്ഞൊരു പർവ്വതമുണ്ട്, അവിടെയാണ് വന്നു വീണത്. ആ കാരണത്താൽ കുമുദപർവ്വതം രൈവതാഖ്യമായി അഴകു പൂണ്ടോനായി അന്നു തൊട്ടം മഹാചലം. അപ്പോൾ ആ കുമുദം എന്നുള്ള ഏറ്റവും നല്ല പർവ്വത, പക്ഷേ ഈ രേവതി പതിച്ചുകൊണ്ട് രൈവതം എന്ന ആ കുമുദ പർവ്വതത്തിന് പേര് വന്നു. ആ രേവതി പതിച്ചതുകൊണ്ട് ഈ കുമുദം എന്ന പർവ്വതത്തിൻ്റെ ഏറ്റവും നല്ല ആ ഭാവം മുഴുവനെ നശിച്ചു, ഇല്ലാണ്ടേ. അത് വീണ്ടും കുശസ്ഥലി എന്ന പേരിൽ അറിയപ്പെട്ടു. അത് ഈ അമ്മ അല്ലെങ്കിൽ ഭഗവാൻ ഈ കുശസ്ഥലി എന്നത് സമുദ്രത്തിലേക്ക് ഇട്ടു. ഒരു നുള്ളു മണ്ണ് അത്രയേ ഉള്ളൂ, അത് സമുദ്രത്തിലേക്ക് ഇട്ടു. അത് പിന്നീട് അത് പൊന്തി വന്നു. അത് ആനർത്തൻ എന്നുള്ള പേരിലൊരു രാജാവിൻ്റെ വംശത്തിൽപ്പെട്ട ഒരാൾക്ക് അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുക്കുകയാണ്. അപ്പോൾ ആ കുശസ്ഥലിയിലാണ് താമസിക്കാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുത്തത്. ഭൂമിയിൽ സ്ഥലമില്ല, അച്ഛൻ്റെ ശാപം കൊണ്ട് ഭൂമിയിൽ വസിക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഭഗവാനാൽ കൊടുത്തതായിട്ടുള്ള ഈ സ്ഥലമാണ് ഈ കുശസ്ഥലി. അവിടെ ഏറ്റവും പുണ്യം എപ്പോഴും സംഭവിക്കും എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. ധാരാളം കുശപ്പുല്ലുണ്ടായി. അപ്പോൾ അത് കാരണം യാഗാദികളൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമായി. അവിടെ യാഗം ചെയ്തില്ലെങ്കിൽ തന്നെ പുണ്യമാണ്. അങ്ങനെയാണ് ആ വംശത്തിലാണ് രേവതി പിറന്നത്. ആ രേവതൻ്റെ പുത്രിയായിട്ടുള്ള രേവതിയെ ബ്രഹ്മാവ് പറഞ്ഞിട്ട് ബലരാമന് വിവാഹം കഴിച്ചു കൊടുത്തു. അപ്പോൾ സ്ത്രീധനമായിട്ട് ഈ കുമുദ പർവ്വതം, രൈവത പർവ്വതം, കുശസ്ഥലി എന്ന ആ പർവ്വതത്തെ ഈ ഭൂമിയിലെ സമുദ്രത്തിൽ പൊന്തി വന്നതായിട്ടുള്ള ആ ഒരു നുള്ളു മണ്ണിനെ അതൊരു പർവ്വതമായിട്ട് മാറിയതാണ്. അത് ബലരാമന് സ്ത്രീധനായിട്ട് കൊടുത്തു. അതാണ് ഭഗവാൻ
ഈ ദ്വാരക എന്ന പേരിൽ 9 ലക്ഷം കൊട്ടാരത്തോട് കൂടിയിട്ട് നിർമ്മിച്ചത്. ശ്രീ മഹാദേവ്യൈ നമ. ഓം. ഏവം ശാപം രേവതിക്കു നൽകി ഗർഗൻ കഥിച്ചപ്പോൾ ശ്രീദേവി പൂജയാൽ നേടി സുഖ സൗഭാഗ്യമം മുനി. സ്കന്ദൻ സംജാതയായ രേവതി തേജസ്സിൽ നിന്നൊരു കന്യയാൾ അതുല്യയായി രൂപത്താൽ അവൾ പൂമങ്ക പോലവേ. രേവതി കാന്തി സംഭൂതയാം കന്യയെ ഏകത കണ്ടു രേവതി എന്നായി പേരേകിനാൻ പ്രമുചൻ മുനി. അപ്പോൾ ആ കന്യക അവിടെ രേവതി നക്ഷത്രം വീണതാണ്, അതൊരു കുട്ടിയായിട്ട് മാറി. ആ കുട്ടിയെ പ്രമുചൻ എന്ന പേരായിട്ട് ഒരു മുനി കണ്ടു. അവർക്ക് കുട്ടികളില്ല, അതുകൊണ്ട് ആ കുട്ടിയെ എടുത്ത് വളർത്തി പ്രമുചൻ രേവതി എന്ന കുട്ടിക്ക് പേരിട്ടു. രേവതി നക്ഷത്രത്തിലാണ് കിട്ടിയത്. കുമുദാദ്രിയിലെ സ്വാശ്രമത്തിൽ ബ്രഹ്മർഷിയാമവൻ കൊണ്ടുപോയി മകളെ പോലെ അവളെ പോറ്റിനാൻ മുത. ക്രമത്തിൽ പ്രൗഢയായി രൂപവതിയായി അവൾ തീരവേ ചിന്തിച്ചാൻ ആരിവൾ കൊത്തവരൻ എന്നായി മാമുനി. പലപാടും തിരഞ്ഞിട്ടും കിട്ടിയില്ലൊത്തൊരാളെയും യജ്ഞശാലയിൽ ഉൾപ്പുക്കു വാഴ്ത്തിനാൻ അഗ്നിയെ തഥാ പ്രീതനായി പാവകൻ നിർദ്ദേശിച്ചാൻ വരനെ ഇങ്ങനെ ധർമ്മിഷ്ഠൻ ബലവാൻ വീരൻ തോൽമയറ്റോൻ പ്രിയം വദൻ ദുർദമാഖ്യൻ നൃപൻ ഭർത്താവാം ഇവൾക്ക് മുനീശ്വര വന്യതൻ വാക്യം ഇവണ്ണം കേട്ടു സന്തുഷ്ടനായി മുനിയും. അപ്പോൾ അവിടെ കുട്ടി വലുതായി. അപ്പോൾ ഇത് ആർക്കാ കൊടുക്കേണ്ടത് എന്ന് ഈ പ്രമുചൻ യാഗശാലയിൽ ഇരുന്നു കൊണ്ട് അഗ്നി ഭഗവാനോട് ചോദിച്ചു. അപ്പോൾ അഗ്നി ഭഗവാൻ നേരിട്ട് അശരീരിയായിട്ട് പറഞ്ഞു, ദുർദമൻ എന്നുള്ള ആ രാജാവിന് കൊടുത്തോളൂ കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് ദുർദമൻ അവിടെ വരികയാണ്. ആ ദുർദമന് ഈ പ്രമുചനുമായിട്ടുള്ള സംവാദവും പിന്നീട് മകളെ ദുർദമന് വിവാഹം കഴിച്ചു കൊടുക്കുന്നതും അതിൽ പുത്രനുണ്ടാകുന്നു. ആ പുത്രൻ മനുവായിട്ട് തീരുന്നതും അങ്ങനെയുള്ള രംഗങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. തൽക്ഷണം ദൈവയോഗത്താൽ നായാട്ടിൻ പേരിലാ നൃപൻ ധീമാൻ അണഞ്ഞാൻ പ്രമുജാശ്രമത്തിൽ ദുർദമാഭിധൻ വീരൻ വിക്രമശീലൻ തൻ പുത്രൻ കാളിന്തി പെറ്റവൻ പ്രിയവ്രതകുലത്തിങ്കൽ പിറന്നോൻ ബലവത്തരൻ. അപ്പോൾ പ്രിയവ്രതൻ്റെ കുലത്തിൽ പിറന്നതായിട്ടുള്ള ഒരു രാജാവാണ് ദുർദമൻ. എല്ലാ പരാക്രമങ്ങളും ഉണ്ട്. കാളിന്തിയുടെ മകനാണ് എന്നുവെച്ചാൽ ആ ഇതിൽ പെട്ടതായിട്ടുള്ള ഒരു മകനാണ്. അദ്ദേഹമാണ് അവിടേക്ക് വന്നത്. ആശ്രമത്തിൽ കടന്ന് അങ്ങ് മുനിയെ കണ്ടിടാത്തവൻ പ്രിയേ എന്നായി രേവതിയെ വിളിച്ചിങ്ങനെയോദിനാൻ. രാജാവ് ആശ്രമത്തിങ്കൽ നിന്നങ്ങേ ഭഗവാൻ പോയതും ആശ്രമത്തിൽ നിന്ന് എങ്ങ് ആ ഭഗവാൻ പോയതും പ്രിയേ ഇച്ചിപ്പൂ തൽപദം കാൺമാൻ ചൊൽക നീ സത്യമായി ശുഭേ. സാധാരണ രാജാക്കന്മാരിങ്ങനെ മുനിമാരെ ചെന്ന് കാണാറുണ്ട്. അപ്പോൾ മുനി എവിടെയെന്ന് ചോദിച്ചു. മകളോടാണ് ചോദിച്ചത്. പ്രിയേ എന്ന് വിളിച്ച് ചോദിക്കുകയുണ്ടായത്. അപ്പോൾ പ്രിയ എന്നുള്ളത് സാധാരണ പത്നിമാരെയാണ് വിളിക്കുക, അതുകൊണ്ടാണ്. കന്യ മഹർഷി നൃപതേ പോയിരിക്കുകയാണ് അഗ്നിശാലയിൽ. ആ വാക്കു കേട്ടപ്പോതിൽ താൻ തിരിച്ചങ്ങോട്ട് പോയി നൃപൻ. അഗ്നിശാലയ്ക്കടുത്തായി താൻ രാജലക്ഷണപൂർണനായി വിനയാനതനായി നിൽക്കുന്ന നൃപനെ കണ്ടു മാമുനി. കുമ്പിട്ടു മുനിയെ ഭൂപൻ ചൊന്നാൻ ശിഷ്യനോടം മുനി. മാന്യനീ മന്നൻ അർഘ്യം ഇങ്ങെടുക്കുക ഗൗതമാ. അവിടെ ഗൗതം എന്ന പേരായിട്ടുള്ളൊരു ശിഷ്യനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് അർഘ്യം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കിണ്ടി ഇതൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിന് വിസ്തരിച്ച് പൂജിക്കുകയാണ് ഈ രാജാവിനെ. കാരണം എന്താ, മകളുടെ ഭർത്താവാൻ പോകുന്നയാളാണ്. വിശേഷ്യ ചിരകാലത്താൽ വന്നിതൻ മകൾ തൻ വരൻ എന്ന അർഘ്യമേകിനാൻ ചിന്താമഗ്നൻ കൈക്കൊണ്ടു മന്നവൻ. ഇതൊന്നും മനസ്സിലായില്ല രാജാവിനെ. ഇപ്പോൾ രാജാവ് ഇതെന്താ അങ്ങനെയൊക്കെ മുനി ചെയ്യണത്, സാധാരണ ഇങ്ങനെയൊന്നും പതിവില്ല, അങ്ങോട്ടല്ലേ പൂജിക്കേണ്ടത് എന്നൊക്കെ ചിന്തിക്കുക. അർഘ്യം ഗ്രഹിച്ച് ആസനത്തിലിരിക്കും ഭൂപനെ തഥാ ആശീർവാദങ്ങളാൽ നന്ദിച്ചോദിനാൻ കുശലം മുനി. ഭദ്രമല്ലി ബലം ശോകം പുരവും ദേശവും നൃപ. സുഖമല്ലി നിനക്കും നിൻ ഭൃത്യാമാത്യാദികൾക്കുമേ. സുഖമായി ഇങ്ങുതാൻ നിൻ്റെ പത്നിയാൾ നിവസിക്കാം, അതിനാലത് വിട്ടോതു മറ്റുള്ളവരുടെ വാർത്തകൾ. അപ്പോൾ നിൻ്റെ പത്നി ഇവിടെ താമസിക്കുന്നുണ്ട്, ആ കാര്യം ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ പറഞ്ഞോളൂ, എന്തെങ്കിലും പരിഹാരം മണിച്ചാൽ ചെയ്തുതരും ചെയ്യാം എന്നാണ് പറഞ്ഞത്. ദുർദമനാകെ പേടിയായി. കാരണം തൻ്റെ ഭാര്യ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞതേ. അപ്പോൾ ഇവിടെയുള്ള ഭാര്യയെ ഞാൻ അറിയില്ല എന്ന് പറയാം രാജാവ്. ഭഗവൻ കുശലൻ തന്നെ എല്ലാം നിൻ കൃപയാൽ മുനേ എൻ പത്നിയായി ഇങ്ങുള്ളോൾ ആര് എന്നതാണിങ്ങു കൗതുകം. ഋഷി നിൻ പത്നിയാം രേവതി എന്ന് അനന്യമഴകാണ്ടവൾ
ഇങ്ങുണ്ട് അവളെ നീ എന്തേ അറിയില്ലേ മഹീപതേ. രാജാവ്: സുഭദ്രാദികളായുണ്ട് എൻ ഗൃഹത്തിൽ ഭാര്യമാർ വിഭോ, അറിയും ഞാൻ അവരെ, നീ ചൊന്നോളെ അറിയില്ല ഞാൻ. ഋഷി: പ്രിയേ എന്നോതീ പ്രിയേ എന്നായി നീ ഇപ്പോൾ താൻ വിളിച്ചവളെ പ്രഭോ, ഇത്ര വേഗം മറന്നെന്നോ ശ്രാഖ്യയാം പ്രിയതാനവൾ. രാജാവ്: പൊളിയല്ല അങ്ങ് ചൊന്നുള്ളത് അവണ്ണം താൻ വിളിച്ചു ഞാൻ ദുഷിച്ചിട്ടില്ല, എൻ്റെ ഭാവം കോപിക്കായിക മഹാമുനെ. അപ്പോൾ പ്രിയേന്ന് വിളിച്ചുല്ലോ, എന്നിട്ടാണ് വെള്ളം ചോദിച്ചത്. എന്നിട്ട് അച്ഛനെ എവിടെ ചോദിച്ചു. അപ്പോൾ പ്രിയെന്ന് വിളിച്ചത് സ്വതേ പത്നിമാരെയാണ്. അത് സ്വതേ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സ് ദുഷിച്ചിട്ടില്ല കേട്ടോ, ഞാൻ സത്യമാണ് പറയണത്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്നോട് കോപിക്കരുത്, എന്നെ ശപിക്കരുത്. ഋഷി: നേരുതാൻ ചൊന്നു നീ രാജൻ ദുഷിച്ചിട്ടില്ല നിന്മനം, വന്യപ്രേരണയാലേവം വിളിക്കാനിടയായതേ. അഗ്നിദേവൻ മോഹിപ്പിച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെ പ്രിയേ എന്ന് വിളിക്കാൻ കാരണം, അല്ലെങ്കിൽ കന്യകയെന്നൊക്കെയാണ് വിളിക്കുക. അവൾക്കാർ വരൻ എന്ന് ഇന്ന് ചോദിച്ചേൻ അഗ്നിയോടു ഞാൻ, ചൊന്നാർ ദുർദമ ഭൂപൻ താൻ വരനാം എന്നു വന്ഹിയും. അപ്പോൾ അങ്ങാണ് ഈ കുട്ടിയെ വിളക്കേണ്ടത് എന്ന് അഗ്നിദേവൻ പറഞ്ഞിട്ടുണ്ട്, അതിനനുസരിച്ചാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞു. വരിക്കുക ആകയാൽ ഞാൻ ഇന്നേകും ഈ കന്യയാളെ നീ പ്രിയേ എന്നായി വിളിച്ചാൻ, നീ ചിന്തിക്കായി ഗിതിൽ മന്നവ. മുനി ചൊന്നതുമോർത്തു നിന്നാൻ മിണ്ടാതെ മന്നവൻ. വിവാഹത്തിന് ഒരുക്കങ്ങൾ കുടൻ ഉദ്യതനായി മുനി, വേളിക്കൊരുക്കും തന്നച്ഛൻ തന്നെ കണ്ടോതി കന്യയാൾ, എൻ വിവാഹം രേവതി നാൾ പിതാവേ നീ നടത്തണം. അപ്പോൾ അപ്പം തന്നെ കല്യാണം നടത്താമെന്ന് വിചാരിച്ചു. കന്യകയെ വിളിച്ചു. രേവതിയെ വിളിച്ചപ്പോൾ രേവതി പറഞ്ഞു, രേവതി നക്ഷത്രത്തിൽ മതി എൻ്റെ കല്യാണം, കാരണം ഞാൻ അന്നല്ലേ ജനിച്ചേ, അപ്പോൾ അന്ന് കല്യാണം പതിവില്ല, അശുഭമാണ്, ഈ ശാപം കാരണം കൊണ്ടാണ്. അപ്പോൾ ഈ രേവതി പറഞ്ഞു, അത് പറ്റില്ല, അങ്ങേക്കുണ്ടല്ലോ തപശക്തിയൊക്കെ, അതുകൊണ്ട് ഈ രേവതി നക്ഷത്രത്തിനെ ആകാശത്തിലേക്ക് എത്തിക്കൂ, എന്നിട്ട് ആ നാളിൽ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് സംഭവിപ്പിച്ചു. അതാണ് കന്യക, രേവതി എന്ന കന്യക. ആ നാളല്ലാതെ എൻ്റെ വേളിക്കില്ല പറ്റുന്ന നാൾ, അതിനാൽ ആ നാളിലായി താൻ വേളി അർത്ഥിക്കയാണു ഞാൻ. ഋഷി: പണ്ട് ആ രേവതിയെ ചോടെ ഇറക്കിയത് ഋതവാക് മുനി, മറ്റുനാളരുത് എന്നാൽ നിൻ വേളിക്കാരൻ നടക്കുമോ? കന്യ: തപസ്സു ചെയ്തത് ആ ഋതവാക്ക് എന്ന ഒരാൾ മാത്രമോ മുനെ, അങ്ങും തപസ്സു ചെയ്തിട്ട് ഇല്ലെന്നോ? ത്രികരണങ്ങളാൽ. ഇപ്പോൾ നമ്മൾ മനസ്സാ വാചാ കർമ്മണ 3 പ്രവൃത്തികളെ കൊണ്ട് എപ്പോഴും തപസ്സായിട്ട് അമ്മയെ ഭജിക്കുക എന്നതാണ് ചെയ്തതെങ്കിൽ അത് തപസ്സാണ്. അങ്ങും അതേപോലെ ഹോമ വ്രതാദികളെ കൊണ്ട് അമ്മയെ ഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങ് ചെയ്തത് തപസ്സാണ്. അതുകൊണ്ട് ഒട്ടും പേടിക്കേണ്ട, അങ്ങയ്ക്കും അതിനുള്ള കഴിവുണ്ട്. ഋതവാക്കിന് മാത്രമല്ല ഈ കഴിവുള്ളൂ. ഋതവാക്ക് നക്ഷത്രത്തിനെ, ഈ രേവതി നക്ഷത്രത്തിനെ താഴത്തേക്ക് ഭൂമിയിലേക്ക് പതിപ്പിച്ചു വെച്ചാൽ അങ്ങ് ഈ ഇതേ ശക്തി കൊണ്ട് ആ നക്ഷത്രത്തിനെ ആകാശത്തിലേക്ക് എത്തിച്ചോളൂ എന്ന് പറഞ്ഞു. സൃഷ്ടിക്കാനും ശക്തനങ്ങ് എന്ന് അറിയാം നിൻ തപോബലം, താരം അച്ഛൻ വാനേറ്റി എൻ വിവാഹം നടത്തണം. ആ താരം നക്ഷത്രം, താരം എന്ന് വെച്ചാൽ നക്ഷത്രം. ഋഷി: അവണ്ണമാട്ടെ ഭദ്രം തേ നീ എന്നോടുരച്ച പോൽ ത്വദർത്ഥം രേവതിയെ ഞാൻ സോമമാർഗത്തിലേറ്റുവൻ. ഇപ്പോൾ സോമൻ്റെ പത്നിയാണല്ലോ, അതുകൊണ്ട് ചന്ദ്രൻ്റെ പത്നിയാണ്, അതുകൊണ്ട് രേവതിയെ ആ പത്നിപദത്തിലേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞു. സ്കന്ദൻ: ഏവമോദി പൗഷ്ണഭത്തെ സ്വതപശക്തിയാൽ മുനി, മുന്നേ പോൽ സോമമാർഗത്തിൽ സ്ഥാപിച്ചാൻ കുംഭസംഭവ. പിന്നെ രേവതി നാളിൽ താൻ മഹാനാം ദുർദമന്നവൻ നൽകിനാൻ തൻ രേവതിയെ വിവാഹവിധിപൂർവകം. വിവാഹാനന്തരം രാജാവോടേവം ചൊന്നു മാമുനി, എന്തു വേണം ചൊൽക വീര സാധിപ്പിക്കുവൻ ഇന്നു ഞാൻ. രാജാവ്: സ്വയംഭുവാഖ്യൻ മനുവിൻ വംശജൻ ഞാൻ മഹാമതേ, മന്വന്തരേശനായി പുത്രൻ തീരണം നീ കനിഞ്ഞിടിൽ. ഇപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ വരം വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ പ്രമുജൻ വളരെ കേമനാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഈ രാജാവ് പറഞ്ഞു, ദുർദമൻ പറഞ്ഞു, ഞാൻ പ്രിയവ്രതൻ്റെ വംശത്തിൽപ്പെട്ടതല്ലേ, മനുവിൻ്റെ വംശമല്ലേ, ബ്രഹ്മാവിൻ്റെ വംശത്തിൽപ്പെട്ടതല്ലേ, എനിക്കും മനു ആയിട്ട് ഉണ്ണി വേണം, അത്രയും കേമനാവണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, എന്നാൽ അവല വിരോധമില്ല, ദേവിഭാഗവതം കേൾപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 5 ദിവസം കൊണ്ട് ഈ ലോമശൻ എന്ന മഹാമുനി ദേവിഭാഗവതത്തെ മുഴുവനെ കേൾപ്പിച്ചു. അതിന് ശേഷമാണ് ഉണ്ണി ഉണ്ടായത്. അപ്പോൾ മനുവായിട്ട് തീരുകയും ചെയ്തു, രേവതൻ എന്ന പേരിൽ. മുനി: നിന്നിച്ഛയുമട്ടാണെങ്കിൽ ആരാധിക്കുക ദേവിയെ, മന്വന്തരേശനായി തന്നെ നിനക്കുണ്ടാകും ആത്മജൻ. 5-ാം വേദത്തിനോടൊക്കും ദേവി ഭാഗവതം നൃപ, 5 നാൾ വിധി പോൽ കേട്ടാലുണ്ടാം അഭിമതൻ സുതൻ. ഉണ്ടാം രേവതിയിൽ ദൈവതാഖ്യൻ 5-ാമനാം മനു,
വേദവിത്തായി ധർമ്മവാനായി ജനിയായി ശാസ്ത്രവേദിയായി. ഏവം മുനീന്ദ്രവചനം കേട്ടു വീണു നമിച്ചുടൻ ഭാര്യയൊത്തു ഗമിച്ചാൻ തൻ നാട്ടിലേക്കം മഹാശയൻ. പരമ്പരാഗതം തൻ്റെ രാജ്യവും വാണു മന്നവൻ പാലിച്ചാൻ തൻ പ്രജകളെ സ്വന്തം മക്കളെ എന്ന പോൽ. മഹാത്മാവാം ലോമശാഖ്യമുനിയങ്ങെത്തിയേകത കുമ്പിട്ടർച്ചിച്ചു തൊഴുതും കൊണ്ടേവം ചൊന്നു മന്നവൻ. രാജാവ് ഈ ദുർദമൻ ലോമശ മുനിയോട് പറയാണ്: ഭഗവൻ നിൻ പ്രസാദത്താൽ ഇച്ഛിപ്പൂ പുത്രവാഞ്ചയാൽ ദേവി ഭാഗവതാഭിഖ്യം പുരാണം കേൾക്കുവാൻ മുനെ. ഭൂപാലൻ തൻ വാക്കുകേട്ട് ഉൾപ്രീതിയൊത്തോതി ലോമശൻ ധന്യൻ നീ നൃപതേ ലോകമാതാവിൽ ഭക്തി വായിക്കയാൽ. സുരാസുര നരാരാധ്യയല്ലോ ചിന്മയ്യാമവൾ, അവളിൽ ഭക്തിയുണ്ടായാൽ കാര്യസിദ്ധി അണഞ്ഞിടും. കേൾപ്പിക്കുവൻ ഞാൻ അതിനാൽ ശ്രീമൽ ഭാഗവതം നൃപ, അതു കേൾക്കുകിലോ കിട്ടാതായി വരില്ല ഏതും എന്നുമേ. എന്നോതി നല്ല നാൾ ആരംഭിച്ചു വായിക്കുവാൻ കഥ. 5 നാൾ കൊണ്ടു കേട്ടാൻ തൻ ഭാര്യയൊത്തതു മന്നവൻ. 5-ാം നാളം മുനിയെയും പുരാണത്തെയും ആദരാൽ പൂജിച്ചു വിധി പോൽ ധർമാത്മാവാം ഭൂപൻ പ്രഹൃഷ്ടനായി. നവാർണമന്ത്രത്താൽ ഹോമം ചെയ്തുടൻ ഭോജനാദിയാൽ തോഷിപ്പിച്ചാൻ സപത്നീകർ വിപ്രരെ കന്യമാരെയും. പിന്നെ കാലക്രമത്തിങ്കൽ ശ്രീദേവി കൃപയാൽ മുനെ ഗർഭം ധരിച്ചാളാ രാജ്ഞി ലോക കല്യാണമേകുവാൻ. സർവമംഗളവും നൽകാൻ സ്ഥാനങ്ങളിലൊക്കെയും ഗ്രഹങ്ങൾ നിൽക്കും ആ പുണ്യനേരത്തായി പെറ്റു രേവതി. പുത്രൻ പിറന്നതായി കേട്ടു കുളിച്ചു നൃവരൻ മുതാ ജാതകർമാധികം ചെയ്താൻ പൊന്നു ചേർത്തുള്ള നീരിനാൽ. വിപ്രർക്കു ദാനവും നൽകി തോഷിപ്പിച്ചാൻ യഥാവിധി. ഉപനിച്ചു പഠിപ്പിച്ചു സാംഗവേദങ്ങൾ നൃപൻ. ഏവം വിജ്ഞാനനിധിയായി വില്ലാളികളിൽ മുമ്പനായി ധർമ്മിഷ്ഠനായി ധർമ്മവക്താവായി തീർന്നാൻ ദൈവതാഭിതൻ. മനുവിന് സ്ഥാനവും നൽകി പിന്നീട് അവനു പത്മജൻ ശാസിച്ചാൻ. പിന്നെയാ ശ്രീമൻ രാജ്യം മന്വന്തരേശനായി. സംക്ഷേപമായി ഞാൻ ചൊന്നേൻ ദേവീ മാഹാത്മ്യമിങ്ങനെ. പുരാണമാഹാത്മ്യം ആർക്കു കഴിയും വിസ്തരിക്കുവാൻ. ശ്രീ മഹാദേവിയെ നമാസൂതൻ. ഏവം ഭാഗവതത്തിൻ്റെ വിധിയും തൻ മഹത്വവും കേട്ടു ആറുമുഖനെ കുമ്പിട്ട അഗസ്ത്യൻ പൂകി ആശ്രമം. മുനീന്ദ്രരെ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് കഥിച്ചു ഞാൻ ഭാഗവത പ്രഭാവം. പഠിക്കലും കേൾക്കുകിലും സമസ്ത ഭോഗങ്ങളിങ്ങാണ്ടണയാം വിമുക്തി. ശ്രീ സ്കന്ദപുരാണത്തിലെ മാനസഖണ്ഡത്തിലെ ദേവി ഭാഗവത മഹാത്മ്യം 4-ാം അധ്യായം സമാപ്തം. 91 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. ഇപ്പോൾ 281 ശ്ലോകം നമ്മൾ വായിച്ചു. ഇനി അവസാനത്തെ അധ്യായമാണ് 5-ാം അധ്യായം. 102 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. ഇതിൻ്റെ ഭാഗവതം വായിക്കണേൻ്റെ യജ്ഞത്തിൻ്റെ വിധികളാണ് പറയണത്. സൂത മഹാഭാഗ മാഹാത്മ്യം കേട്ടിതുത്തമം. ഇനി പുരാണ ശ്രവണ ക്രമം കേൾക്കാൻ കൊതിക്കയാം. ശൗനകാദി മഹർഷിമാർ പറയാണ്. സൂതൻ ഉത്തരം പറയണു. സൂതൻ: കേൾപ്പിൻ പുരാണം കേൾക്കേണ്ടും ക്രമം നിങ്ങൾ മുനീന്ദ്രരെ. ഇത് കേൾക്കുകിലും മർത്യർക്കുണ്ടാം സർവേഷ്ടസിദ്ധിയും. ദൈവജ്ഞനെ വിളിച്ചാദ്യം മുഹൂർത്തം നിശ്ചയിക്കണം. മിഥുനം തൊട്ട് 6 മാസം പുരാണം കേൾക്കുവാൻ ശുഭം. മകീര്യം അനിഴം മൂലം അത്തം അശ്വതി രോഹിണി തിരുവോണം പൂയം ഇവ പക്കമാഴ്ചയും. പൂയം മുതൽക്ക് 4 5 6 4 ധർമാപ്തി ധനസംപ്രാപ്തി കഥാസിദ്ധി മഹാസുഖം. പീഡ രാജഭയം ജ്ഞാനപ്രാപ്തി ഏവം ക്രമാൽഫലം. ശിവനോദിയോരിച്ചക്രം നോക്കണം കഥ കേൾക്കുവാൻ. ദേവീപ്രീത്യ അർത്ഥം അഥവാ നവരാത്രികൾ 4-ലും നല്ല നാൾ ആഴ്ച തിഥി ആവാം. മറ്റുള്ള മാസവും നവാഹയജ്ഞം ചെയ്യാനായി വിവാഹാദിയിലെന്ന പോൽ സംഭാരങ്ങൾ പണിപ്പെട്ടും വിദ്വാൻമാർ ശേഖരിക്കണം. ശ്രീ മഹാദേവി നമ. ഇപ്പോൾ സാധാരണഗതിയിൽ ഈ കന്യമാസത്തിൽ നവരാത്രി മാത്രമേ പതിവുള്ളൂ. 4 മാസത്തിലെ നവരാത്രികളുണ്ട്. അത് തുലാമാസത്തിലെ നവരാത്രി, വൃശ്ചികത്തിലെ നവരാത്രി ഒക്കെ പ്രധാനപ്പെട്ട തന്നെയാണ്. നവാഹയജ്ഞം ചെയ്യാനായി വിവാഹാദിയിൽ എന്ന പോൽ സംഭാരങ്ങൾ പണിപ്പെട്ടും വിദ്വാൻമാർ ശേഖരിക്കണം. ദംഭലോഭാതി വിട്ടോരായി മിടുക്കേറും വധാന്യരായി ദേവീ ഭക്തിപരന്മാരായി വേണം ഒട്ടേറെ ആളുകൾ. ദേശം തോറും ഗൃഹം തോറും ക്ഷണം ചൊല്ലി അയക്കണം. ദേവീ പുരാണം വായിക്കുന്നുണ്ട് ഇങ്ങെത്തുവിനെ വരും. സൗരന്മാർ ഗാണപത്യന്മാർ ശൈവന്മാർ ശാക്തർ വൈഷ്ണവർ ഏവർക്കും സേവ്യതാൻ. ദേവീ ദേവന്മാർ ശക്തിയുക്തർ താൻ. ഇപ്പോൾ ശൈവ വൈഷ്ണവ ശാക്തയം 3 മാർഗങ്ങളാണ് സാധാരണ പറയാറ്. എന്നാലും അങ്ങനെയല്ല. ഗാണപത്യരുണ്ട്, സൗരന്മാരുണ്ട്, പാശുപതവ്രതന്മാരുണ്ട്. ഒക്കെ പ്രത്യേകമാണ്. അവർക്കൊക്കെ ഈ ശക്തി ഭക്തി
വളരെ പ്രധാനം തന്നെയാണ് മുക്തി കിട്ടാൻ വേണ്ടിയിട്ട്. ശക്തി ഭക്തി മുക്തി കിട്ടാൻ വേണ്ടിയിട്ട് എന്നാണ്. ശ്രീമദ് ദേവി ഭാഗവതസുധയിൽ കൊതിയുള്ളവർ ഭക്തരായോർ വിശേഷിച്ചും വരണം കഥ കേൾക്കുവാൻ. വിപ്രാതിവർണ്ണങ്ങൾ 4 സ്ത്രീകൾ 4 ആശ്രമസ്ഥരും സകാമരും നിഷ്കാമരും ഈ കഥാസുധ കുടിക്കുവിൻ. 9 കേൾക്കുവാനായി ഇടകിട്ടാത്ത കൂട്ടരും നേരം പോലെ വരിൻ. പുണ്യമുണ്ടാം ഒട്ടിങ്ങു നിൽക്കിലും. ഇപ്പോൾ 9 ദിവസം പറ്റിയില്ല വെച്ചാൽ 8 ദിവസം 7 ദിവസം 6 ദിവസം ഒരു ദിവസമെങ്കിലും വരിക, കുറച്ച് നേരമെങ്കിലും എല്ലാ ദിവസവും കുറച്ച് നേരം വരിക, അങ്ങനല്ലേ. വണക്കമായി താൻ ഈ വണ്ണം ചൊല്ലാൻ വിടുക ദൂതരെ വന്നോർക്ക് വാസസ്ഥാനങ്ങൾ നിശ്ചയിക്ക യഥോചിതം. തൂത്തുവാരി ചാണകത്താൽ മെഴുകി ശുചിയാം സ്ഥലം ഒരുക്കണം കഥാസ്ഥാനത്തിനു നന്നായി വിശാലമായി. വാഴത്തടകളാൽ തയ്യാറാക്കണം നല്ല മണ്ഡപം. ധ്വജങ്ങളും തോരണവും തൂക്കി മേലാപ്പു കെട്ടണം. ഭക്താവിനു കിഴക്കോട്ടോ വടക്കോ മുഖമായി തഥാ ചമയ്ക്കണം. വിദ്യാപീഠം ഇരിക്കാൻ നൽവിരിപ്പിടും. കേൾക്കാൻ വന്ന പുമാന്മാർക്കും നാരിമാർക്കും യഥോചിതം കഥ കേൾക്കാനിരിക്കേണ്ടും ആസനങ്ങൾ ഒരുക്കണം. ഭക്താവു വാഗ്മിയും ദേവീഭക്തനും ശാസ്ത്രവേദിയും ദയാലു ചതുരൻ ധീമാൻ സ്പൃഹയറ്റോനുമാവണം. ശ്രോതാവ് ഉദാരൻ ഹിംസാദിയറ്റോൻ ഭക്തൻ വിനീതനും കഥാരസജ്ഞനും വിപ്രഹിതകാരിയുമാവണം. ദംഭാൽ ധർമ്മം നടിക്കുന്നോൻ ശ്രീജിതൻ ക്രോധി നിർദ്ദയൻ ലുബ്ധൻ പാഖണ്ഡരതനും ഭക്താവാൻ അനർഹനാം. ശ്രോതാക്കൾ തൻ സംശയങ്ങൾ അനായാസേന തീർക്കുവാൻ കഴിവുറ്റൊരു വിദ്വാനാം ഗുണവാൻ തുണ നിൽക്കണം. മുഹൂർത്തനാൾക്ക് മുമ്പായി താൻ വക്താവും ശ്രോതൃസംഘവും ക്ഷൗരാധികം ചെയ്ത് തിട്ടമാക്കണം പരിപാടികൾ. ശൗചവും കുളിയും സന്ധ്യാതർപ്പണാദികളൊക്കെയും ചുരുക്കി ചെയ്യണം നിത്യം അരുണോദയവേളയിൽ. അർഹത്വം കഥ കേൾക്കാനായി നേടാൻ ഗോദാനവും തഥാ വിഘ്നങ്ങളെല്ലാം പോക്കാനായി ചെയ്യുക വിഘ്നേശ ഹോമവും. കലശസ്ഥാപനം ചെയ്ത് പൂജിക്കണം അതിനുമേൽ മാതാക്കൾ വടുകൻ ക്ഷേത്രപാലൻ തുളസി ശങ്കരൻ ഗ്രഹങ്ങളെയും പൂജിക്ക വിഷ്ണു യോഗിനിമാരെയും നവാർണ മന്ത്രത്താൽ പിന്നെ പൂജിക്ക ജഗദംബയെ. ഇപ്പോൾ ഒരു ദേവീക്ഷേത്രത്തിലാണ് വെച്ചാൽ കലശമൊക്കെ പൂജിച്ച് അപ്പോൾ ശുദ്ധമായിട്ടൊക്കെ വേണം. എന്നിട്ട് വൈകുന്നേരം വായന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കലശം പൂജയോട് കൂടിയിട്ട് അവിടെ അഭിഷേകം ചെയ്യുക. അത് വലിയ പ്രാധാന്യത്തോടു കൂടിയിട്ട് ചെയ്യാൻ സാധിക്കും. നമുക്കിപ്പോൾ ഈ ശുദ്ധം ശരിയല്ലാത്തത് കൊണ്ട് അത് കേൾപ്പിക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. ശ്രീ മഹാദേവേ നമ. ഗ്രഹങ്ങളെയും പൂജിക്ക വിഷ്ണു യോഗിനിമാരെയും നവാർണ മന്ത്രത്താൽ പിന്നെ പൂജിക്ക ജഗദംബയെ. നവഗ്രഹ പൂജ ചെയ്യുക, അത് വളരെ പ്രധാനമാണ്. പിന്നെ ഈ ശനീശ്വര പൂജ തൊട്ടുള്ള പ്രത്യേക ഗ്രഹങ്ങളെ പൂജിക്കലും പതിവുണ്ട്. വ്യക്താക്ഷരം ശ്രീ ദേവി വാഗ്രൂപം ഭാഗവതാഭിധം ഗ്രന്ഥം സർവോപചാരങ്ങളൊത്ത് പൂജിക്കണം. തഥാ ഗ്രന്ഥപൂജ നിർബന്ധമായിട്ട് ചെയ്യണം. കഥയ്ക്ക് വിഘ്നമില്ലായ്വാൻ സ്വീകരിച്ച് 5 വിപ്രരാൽ ചൊല്ലിക്ക സപ്തശതിയും ജപിപ്പിക്കാവുന്ന വാർണവും. അപ്പോൾ ദേവി മഹാത്മ്യവും പാരായണം ചെയ്യണം. പിന്നെ പ്രദക്ഷിണം ചെയ്ത് കുമ്പിട്ടേവം സ്തുതിക്കുക. കാത്യായനി മഹാമായേ ഭവാനി ഭുവനേശ്വരി ഭവാബ്ധിമഗ്നനാം എന്നെ ഉദ്ധരിക്ക കൃപാനിധേ. ബ്രഹ്മവിഷ്ണു ശിവാരാധ്യേ പ്രസീത ജഗദംബികേ. കൈതൊഴാം ദേവി തന്നാലും മനോഭിലഷിതം വരം. ശ്രീ മഹാദേവേ നമ. ഒരു 8-10 ശ്ലോകങ്ങൾ ഇതുപോലെയുണ്ട്. അത് ഭാഗവതത്തിലുള്ളതാണ്. അതെല്ലാ ദിവസവും കൂട്ടപ്രാർത്ഥനയായിട്ട് ചെല്ലാറുണ്ട്. 31, 32, 35 ഇങ്ങനെയൊക്കെയുള്ള ശ്ലോകങ്ങൾ ഇതിൽപ്പെട്ടതാണ്. കാത്യായനി മഹാമായേ ഭവാനി ഭുവനേശ്വരി ഭവാബ്ധിമഗ്നനാം എന്നെ ഉദ്ധരിക്ക കൃപാനിധേ. ബ്രഹ്മവിഷ്ണു ശിവാരാധ്യേ പ്രസീത ജഗദംബികേ. കൈതൊഴാം ദേവി തന്നാലും മനോഭിലഷിതം വരം. ഏവം പ്രാർത്ഥിച്ചുള്ളടക്കി തുടങ്ങാം കഥ കേൾക്കുവാൻ. യഥാത്മാവായി വ്യാസബുദ്ധിയൊത്ത് വക്താവിനെ തഥാ വസ്ത്രമാല്യാദിയാൽ പൂജിച്ചേവം അർത്ഥിച്ചു കൊള്ളുക. സർവശാസ്ത്രേതിഹാസജ്ഞ വ്യാസരൂപ തൊഴുന്നു ഞാൻ കഥയാം വെണ്ണിലാവാലൻ ഉൾത്തമസിങ്ങൽ കറ്റണേ. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ വന്നു കഴിഞ്ഞാൽ ആചാര്യന് ദക്ഷിണ കൊടുത്തിട്ട് വേണം വായിക്കാൻ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. വായന കേൾക്കാനിരിക്കാൻ. ഇപ്പോൾ ഭഗവാനെ അർച്ചിക്കുക, ഭഗവതിക്ക് അർച്ചിക്കുക, അതേപോലെ ആചാര്യന് ദക്ഷിണ കൊടുക്കുക, ഭണ്ഡാരത്തിലും പൈസ ഇടുക, ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. പൈസ തന്നിട്ട് പിന്നെ അത് അമ്പലത്തിലേക്ക് തന്നെ കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ ചില ക്ഷേത്രങ്ങളുണ്ട്. രാവിലെ ദക്ഷിണ തരും, ദക്ഷിണ തന്നിട്ട് അത് വൈകുന്നേരം ആകുമ്പോൾ അമ്പലത്തിലേക്കാണ് കൊണ്ടുപോകും. എന്നിട്ട് ആ ആചാര്യൻ അതുവരെ ചെയ്ത എല്ലാ മറ്റേ പൂജകൾക്കും എന്തിനൊക്കെ വെച്ചാൽ പൈസ കിട്ടിയത് മുഴുവൻ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുപോയാൽ എന്തായി അന്നത്തെ ദിവസം ആചാര്യനൊന്നുമില്ല. ഇങ്ങനെയൊക്കെയുള്ള അമ്പലങ്ങളുണ്ട്. അതൊക്കെ കേമാന്നാണ് അവരുടെ ധാരണ. ഇത്രയും തെറ്റായിട്ട് വേറെ ഒന്നും ഇനി പറയാനില്ല.
തൻ മുമ്പിൽ വെച്ച് 9 നാളേക്കും ചിട്ടകൾ വയ്ക്കുക. വിപ്രാജരെ ഇരുത്തിയിട്ട് പിന്നെ സ്വയം ഇരിക്കുക. ഗൃഹം, പുത്രൻ, ഭാര്യ എന്നീ ചിന്ത വിട്ട് ഏകചിത്തനായി ചതുർവർഗ ഫലാപ്തിക്കായി പിന്നീട് കഥ കേൾക്കുക. സൂര്യോദയം തൊട്ട് ഏതാണ്ടങ്ങ് അസ്തമിക്കും വരേക്കുമേ 2 നാഴിക മധ്യാഹ്നം വിട്ട് വായിക്കണം ബുധൻ. മലമൂത്രജയത്തിനായി ലഘുഭുക്തി നടത്തണം. കഥാർത്ഥി ഒറ്റ നേരം താൻ ഹവിസ് ഉണ്ണുന്നത് ഉത്തമം. അപ്പോൾ കഥ ആഗ്രഹിക്കുന്ന എല്ലാവരും ഒരു നേരമേ ഊണ് കഴിക്കാവൂ. 2 നേരം ചെറിയ തോതിലുള്ള പലഹാരങ്ങളെ മാത്രം കഴിക്കുക. അത് വക്താവായാലും ശ്രോതാവായാലും ഒരുപോലെയാണ്. സദ്യ 9 ദിവസവും പാടില്ല. 9ാമത്തെ ദിവസം സദ്യ ആവുകയും ചെയ്യാം. അങ്ങനെയാണ്. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ കഥ കേൾക്കണ്ടല്ലോ. വെച്ചാൽ പിന്നെ സ്വസ്ഥത കിട്ടുമല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ 9 ദിവസവും സദ്യ പാടില്ല. 8 ദിവസവും സദ്യ പാടില്ല. 9ാമത്തെ ദിവസം മാത്രമേ സദ്യ പാടുള്ളൂ. അഥവാ പാലോ പഴമോ നെയ്യോ മാത്രം കഴിച്ചുമം ഇടുക്കുള്ള വിധം ചെയ്യുക. കഥാവിഘ്നം വരാവിധം. കഥാശ്രവണനിഷ്ഠർക്ക് വേണ്ടും നീതിയുമോതുവൻ. ബ്രഹ്മവിഷ്ണു മഹേശന്മാർ തമ്മിൽ ഭേദങ്ങൾ കാണുവോർ. ദേവീഭക്തി എഴാതുള്ളോർ ദുഷ്ടർ പാഖണ്ഡർ ഹിംസകർ വിപ്രദ്രോഹികളും നാസ്തികന്മാരും യോഗ്യരല്ലിതിൽ. ദേവബ്രഹ്മസ്വങ്ങളെയും പരതാരങ്ങൾ വിത്തവും കക്കാൻ തൽപരരായുള്ളോർ കഥ കേൾക്കാൻ അനർഹർ താൻ. നേരോധനം ബ്രഹ്മചര്യം വേണം. മണ്ണിൽ കിടക്കണം കഥാപ്രസംഗം അന്നു തീർന്നാൽ ഇലയിലുണ്ണണം. താനിക്കയും വഴുതിനക്കായും വെന്തുകരിഞ്ഞതും വർജിക്കണം. പഴഞ്ചോറും പരിപ്പും തേനും എണ്ണയും ഉള്ളി 2 വെൺകടല കുമ്പളങ്ങ മുരിങ്ങയും ഭാവദോഷമെഴും ചോറും തീണ്ടാർന്നോൾ കണ്ടോരന്നവും കിഴങ്ങും കായവും വർജിക്കണം. വ്രതി ഇറച്ചിയും വർജിക്കണം. കാമലോഭമാന ദംഭാദിയും വ്രതിയും. പതിതൻ ജാതി മര്യാദ വിട്ടോൻ ചണ്ടാളൻ അന്ത്യജൻ. തീണ്ടാർന്നോൾ ബ്രാഹ്മണദ്രോഹി ഇവരോടുരിയാടൊല. നിന്ദിക്കൊല മഹാന്മാരെ മന്നോരെ ദൈവതങ്ങളെ ദൈവഭക്തരെയും വേദവിപ്രഗോ നാരിമാരെയും. നേരും വണക്കവും ശൗചം ദയയും മിതവാക്യവും ഉദാരചിത്തവും വേണം. കഥാവ്രതമെടുക്കുകിൽ കുഷ്ഠം ക്ഷയം പാണ്ഡുതൊട്ട രോഗമുള്ളോരപുത്രരും ദരിദ്രൻ ദുർഭഗൻ പാവി ഇവർക്കുമിതു നന്മയാം. ഒറ്റപെറ്റോൾ മച്ചി ചത്ത കുഞ്ഞിനെ പെറുവോൾ തഥാ ഗർഭം സ്രവിപ്പോൾ ഏവർക്കും കേൾക്കാമീ പുണ്യസൽക്കഥ. ധർമാർത്ഥകാമ മോക്ഷങ്ങൾ യത്നമെന്നേ കൊതിക്കുവോർ ദേവി ഭാഗവതം യത്നം ചെയ്തും കേൾക്കുവതുത്തമം. നവയജ്ഞ സമാനങ്ങളാണീ 9 നാളുകളും. അപ്പോൾ ചെയ്യും ജപം ഹോമം ദാനവും വൻ ഫലം തരും. വ്രതമേവം മുഴുപ്പിച്ച് ചെയ്യുക പൂജാന്ത്യകർമ്മവും. മഹാഷ്ടമി വ്രതം പോൽ താൻ ഫലേച്ഛു ഇത് ചെയ്യണം. നിഷ്കാമരായോർ കേട്ടാൽ താൻ ശുദ്ധരായി മുക്തിയാർന്നിടും. ഭോഗമോക്ഷദയ ദേവി ഏവം ഭഗവതി പ്രധ. നിത്യമർച്ചിക്കണം വക്താവിനെയും പുസ്തകത്തെയും. വക്താവേകം പ്രസാദത്തെ ഭക്തിയോടൊത്തുവാങ്ങണം. നിത്യം സുവാസിനികളെ കുമാരികളെയും തഥാ ഊട്ടി പൂജിക്കണം. വിപ്രരെയും സിദ്ധി വരുത്തുവാൻ ഗായത്രി നാമ സാഹസ്രം അഥവാ വിഷ്ണുവിൻ്റെയോ ജപിക്കണം. സർവദോഷ ശാന്തിക്കായി തൽസമാപ്തിയിൽ. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കാം, ലളിതാ സഹസ്രനാമം ജപിക്കാം, ഗായത്രി സഹസ്രനാമം ദേവി ഭാഗവതത്തിലുള്ളതാണ്, അത് ജപിക്കാം. പേര് ജപിച്ചാലും ഒരുപോലെയാണ്. ഇപ്പോൾ രാവിലെ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഭക്തന്മാരാണെന്ന് വെച്ചാൽ രാവിലെ വിഷ്ണു സഹസ്രനാമം ജപിക്കും. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഈ ലളിതാ സഹസ്രനാമം ജപിക്കും. ചിലർ സമയമുള്ളവർ അല്ലെങ്കിൽ അതിനൊക്കെ ആൾ വേണം കേട്ടോ, അല്ലാണ്ട് എല്ലാം കൂടിയിട്ട് ഒരാൾക്ക് പറ്റില്ല. രാവിലെ ഈ വിഷ്ണു സഹസ്രനാമവും ജപിക്കും, ഗായത്രി സഹസ്രനാമവും ജപിക്കും. വൈകുന്നേരം ലളിതാ സഹസ്രനാമവും ജപിക്കും. അതൊക്കെ ആൾക്കാർ വേണം, ആൾക്കാരില്ലാണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ വളരെ അത് കഴിഞ്ഞിട്ട് ഈ കലശം പൂജിച്ചിട്ട് അത് ഭഗവതിക്ക് ആടുക, അങ്ങനെയൊക്കെ ആയാൽ ആ യജ്ഞത്തിൻ്റെ ഫലം എത്രയാണ് ചോദിച്ചാൽ നിശ്ചയില്ല കേട്ടോ, അത്രയും കൂടുതലാണ്. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ഗായത്രി നാമ സാഹസ്രം അഥവാ വിഷ്ണുവിൻ്റെയോ ജപിക്കണം. സർവദോഷ ശാന്തിക്കായി തൽസമാപ്തിയിൽ. അതേപോലെ ഈ ഹോമങ്ങൾ, പിന്നെ ഓരോ അധ്യായങ്ങൾക്ക് നേദിക്കൽ, ഇങ്ങനെയൊക്കെ ചില കണക്കുകളുണ്ട്. അതൊക്കെ ചെയ്യാൻ ധാരാളം ആളുകൾ ശിഷ്യന്മാരൊക്കെ ആയിട്ടുണ്ടെങ്കിൽ വളരെ ഉത്തമമാണെന്ന് പറയുകയാണ്. ആരെ ജപിക്കൽ ഓർത്താലും തപോ യജ്ഞാദിയാലുമേ പൂർണ്ണത്വം ഉണ്ടായി വരും. ആ വിഷ്ണുവേയും സ്തുതിക്കണം. ഹോമം സപ്തശതീ മന്ത്രം കൊണ്ട് ചെയ്യുക. സമാപ്തി നാൾ
നെയ്പായസത്താൽ ദേവീ മഹാത്മ്യമൂലം നവാക്ഷരം കൊണ്ടുമാവാം ഹോമമെന്നല്ലതു ഗായത്രി കൊണ്ടുമാം. ഗായത്രീമയമായി ചൊൽവു ദേവി ഭാഗവതത്തിനെ വക്താവിനുൾ പ്രീതി ചേർക്ക വസ്ത്രഭൂഷാധനാദിയാൽ. ഭക്താവ് തോഷിച്ചാൽ എല്ലാ ദേവന്മാരും പ്രസന്നരാം. അപ്പോൾ ഈ വക്താവായിട്ടിരിക്കുന്ന ആൾക്ക് ദക്ഷിണ കൊടുക്കുക തന്നെ വേണം. അത് കൊടുത്തതിൻ്റെ ശേഷം അത് ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുപോകണ്ട, അത് നഷ്ടം തന്നെയാവും. വിപ്രർക്കുമേകണം തുഷ്ടി ദക്ഷിണാഭോജനാദിയാൽ മന്നിൽ ദേവോപമർ അവർ തോഷിച്ചാൽ ഈപ്സിതം ഫലം. കുമാരിമാർ തൊട്ടോരെയും ദേവീ ഭക്തിയോട് ഊട്ടണം ദാനവും നൽകി അർത്ഥിക്കുക ആത്മസിദ്ധിക്കു സാദരം. അപ്പോൾ കന്യകമാരെ പൂജിക്കണം, ബ്രാഹ്മണന്മാരെ പൂജിക്കണം, അമ്മമാരെ പൂജിക്കണം, സുമംഗലിമാരെ പൂജിക്കണം. ഇങ്ങനെയൊക്കെ കണക്കുണ്ട്. അതൊക്കെ ദേവീഭാഗവതത്തിൽ നമ്മൾ ദേവീഭാഗവതം പാരായണം ചെയ്യുന്ന സമയത്ത് 8 ദിവസം പൂജയ്ക്കുള്ള സ്ഥലങ്ങൾ ധാരാളമുണ്ട്. കറക്കും പൈക്കളും സ്വർണം ഹയവും ഭൂമിയും തഥാ മറ്റും ദാനങ്ങളാലുണ്ടാം എന്നും അക്ഷയമാം ഫലം. വടിവൊത്ത അക്ഷരത്തോടും എഴുതി തീർത്ത പുസ്തകം പൂമ്പട്ടണിഞ്ഞ പൊന്നിൻ പീഠത്തിൽ വെച്ചതു സാദരം. അഷ്ടമിക്കോ നവമിയായിട്ടോ വക്താവിനേകുകിൽ സൗഖ്യങ്ങളെല്ലാം ഇങ്ങാണ്ടു ദുർലഭം. മോക്ഷമാർന്നിടം ദരിദ്രൻ ദുർബലൻ ബാലൻ തരുണൻ വൃദ്ധൻ ആർക്കുമേ പുരാണജ്ഞാനമുണ്ടായാൽ വന്ധ്യൻ മാന്യനുമാം സദാ. ഗുരുക്കന്മാരുണ്ട് അസംഖ്യം ഗുരുജന്മങ്ങളാൽ ഭുവി. പുരാണവേത്താവെല്ലാരേക്കാളും ശ്രേഷ്ഠതമൻ ഗുരു. വ്യാസതുല്യത്വമാണ്ടോൻ താൻ പുരാണമറിയും ദ്വിജൻ. കഥാപ്രസംഗമധ്യത്തിൽ മറ്റാരെയും നമിക്കൊല. ഇപ്പോൾ സൂതനെ ബലരാമൻ വധിച്ചതായിട്ടുള്ള കഥ എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ ഭഗവാനാണ് വരുന്നതെന്ന് കാണുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ നീക്കിയോ ബഹുമാനിക്കുകയൊക്കെ വേണം, അല്ലാതെ ആകുമ്പോൾ മാറ്റം വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. ദിവ്യം പുരാണകഥയെ ഭക്തിയില്ലാതെ കേൾക്കുകിൽ പുണ്യമുണ്ടായിടാ ദുഃഖ ദാരിദ്ര്യങ്ങളുമാം ഫലം. പൂവും താമ്പൂലവും മറ്റും കൊണ്ട് ഭാഗവതാർച്ചനം ചെയ്യാതെ കേൾക്കുവോർ നൂനം ദാരിദ്ര്യം താൻ ഭുജിച്ചിടും. കഥ വായിക്കവേ മറ്റു കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കുകിൽ നശിക്കും ധനവും ഭാര്യമാരും. ജന്മാന്തരങ്ങളിൽ തുങ്കാസനത്തിൽ ദമ്പത്താലിരുന്ന് കഥ കേൾക്കുകിൽ ഘോരമാം നരകം തിന്ന് പിറക്കും അവർ കാക്കയായി. ആഢ്യാസനത്തിലും വീരാസനത്തിലും ഇരുന്നു താൻ കഥ കേൾപ്പോർ നീർമരുതിന്മരമായി പിറന്നിടും. കഥ വായിക്കവേ വേണ്ടാസനങ്ങൾ പറയുന്നവർ ഇങ്ങോ കഴുതയായി തീരും, പിന്നെ ഓന്തായി പിറന്നിടും. പുരാണജ്ഞരെയും പാവം പോക്കും കഥയെയും തഥാ നിന്ദിപ്പോർ 100 ജന്മങ്ങൾ പട്ടിയായി താൻ പിറന്നിടും. വക്താവിനു സമാനം താൻ ഇരുന്നു കഥ കേൾക്കുവോർ ഗുരുപത്നിയെ ആർന്നുള്ള പാപം തന്നെ ഭുജിച്ചിടും. കുമ്പിട്ടിരുന്നു കേൾക്കുന്നോരോ വിഷവൃക്ഷങ്ങളായി വരും. കിടന്നു കേൾക്കുവോർ തീരം പെരുമ്പാമ്പുകളായുമേ. പുരാണം ഒരു നാൾ പോലും കേട്ടിടാതെ ഇരിക്കുകിൽ പുരാണം ഒരു നാൾ പോലും കേട്ടിടാതെ ഇരിക്കുവോർ ഘോര ദുർനരകം തിന്ന് പിറക്കും കാട്ടുപന്നിയായി. കഥ കേട്ടു രസിക്കാത്തോർ വിഘ്നം ചെയ്യുന്ന മൂർഖരും കോട്ടി അബ്ദം നരകം തിന്നു തീരും ഊർപ്പന്നിയായുമേ. പീഠം പാത്രം ഫലം ദ്രവ്യം വിരിപ്പും ഉടുവസ്ത്രവും പുരാണജ്ഞനു നൽകുന്നോർ വിഷ്ണുവിൻ പദമാർന്നിടും. അതുകൊണ്ടാണ് ഈ മുണ്ടൊക്കെ കൊടുക്കുന്നത്. ഗ്രന്ഥം പൊരിഞ്ഞു സൂക്ഷിക്കാൻ പുതുതാം പട്ടുവസ്ത്രവും പട്ടുനൂലും കൊടുക്കുന്നോർക്കുണ്ടാം സൗഖ്യം നിരന്തരം. പുരാണം ഏതു കേട്ടാലും ഉണ്ടാവുന്ന ഫലത്തിലും 100 ഇരട്ടി ഫലം കിട്ടും ദേവി ഭാഗവതത്തിനാൽ. ആരേതിലും വെച്ചു ഗംഗ ശങ്കരൻ ദൈവതങ്ങളിൽ. രാമായണം കാവ്യകോടിങ്കൽ സൂര്യൻ ഗ്രഹങ്ങളിൽ. ധനങ്ങളിൽ കീർത്തി ആഹ്ലാദങ്ങൾക്കിടയിൽ ശശി. ക്ഷമയുള്ളോർകളിൽ ഭൂമി ഗാംഭീര്യത്തിങ്കൽ ആഴിയും. മന്ത്രത്തിൽ വെച്ചു ഗായത്രി പുണ്യങ്ങളിൽ ഹരിസ്മൃതി. ഏവം ദേവി ഭാഗവതം പുരാണങ്ങളിലും ഉത്തമം. അപ്പോൾ ഗംഗയാണ് നദികളിൽ ഏറ്റവും മുഖ്യം. ശിവനാണ് ദേവന്മാരിൽ ദേവൻ. രാമായണമാണ് കാവ്യത്തിൽ ഏറ്റവും മുഖ്യം. ഗ്രഹങ്ങളിൽ സൂര്യനാണ്. അതേപോലെ ധനങ്ങളിൽ കീർത്തിയാണ് ധനം, പൈസയല്ല. സൽകീർത്തിയാണ് ധനം. അതേപോലെ നമുക്ക് ഒന്നിനെ കണ്ടു കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവുക. അത് പ്രപഞ്ചത്തിൽ ചന്ദ്രനെ കണ്ടാലാണ്, പൗർണമി ചന്ദ്രനെ കണ്ടാലാണ് സന്തോഷം ഉണ്ടാവുക, പ്രത്യേകിച്ച് കാമുകന്മാർക്ക്. പിന്നെ ക്ഷമ ഏറ്റവും കൂടുതൽ ഭൂമിക്കാണ്. അതുപോലെ സമുദ്രത്തിനാണ് അതിൻ്റെ ഗാംഭീര്യം. മന്ത്രത്തിൽ വെച്ചിട്ട് ഏറ്റവും മുഖ്യമായിട്ടുള്ള മന്ത്രം ഗായത്രിയാണ്. പുണ്യങ്ങളിൽ ഹരിസ്മൃതിയാണ്. അതേപോലെയാണ് പുരാണങ്ങളിൽ ഭാഗവതം, ദേവീ ഭാഗവതം എന്ന് സാരം.
വല്ലമട്ടും നവാഹം കൊണ്ടിതു കേൾക്കാൻ കഴിഞ്ഞിടിൽ അതിൻ ഫലം വയ്യ ചൊല്ലാൻ ജീവൻ മുക്തൻ അവൻ സദാ രാജഭി ശത്രുഭി ഭൂകമ്പാദിഭി രാഷ്ട്രഭംഗവും ദുർഭിക്ഷവും തടുക്കാനായി പുരാണം ശ്രവിക്കണം. ഭൂതപ്രേതാദിഭി പോക്കാൻ ശത്രുരാജ്യം പിടിക്കുവാൻ പുത്രലാഭത്തിനും ദേവി പുരാണം കേൾക്ക വിപ്രരേ. ഈ പുരാണത്തിലെ പാതി ശ്ലോകമോ ശ്ലോകപാദമോ പഠിച്ചാലും കേൾക്കുകിലും ശ്രേഷ്ഠ സദ്ഗതി നേടിടാം. സ്വയം ശ്രീദേവി താൻ മുമ്പേ വ്യക്തമാക്കിയോരീരടി ശിഷ്യ പ്രശിഷ്യ വഴിയായി വിപുലീകൃതമായ താം ഗായത്രിയിന്മീതയില്ല തപസ്സോ ധർമ്മമോ തഥാ മന്ത്രമോ ദൈവമില്ല അന്യം ഗായത്രിക്കു സമാനമായി. ഗായത്രി എന്ന പേരുണ്ടായി ഗാതൃത്രാണന ഹേതുവായി ആ ദേവി പുരാണത്തിൽ സരഹസ്യം ലസിക്കയാം. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പുരാണമാണ്. പുത്രനെ കിട്ടും, സമ്പാദ്യം കിട്ടും, നല്ല ഭാര്യയെ കിട്ടും, ഇങ്ങനെയൊക്കെ ഉണ്ട്. വീട് കിട്ടും, ധനം കിട്ടും. അതേപോലെ എന്നും സർവം കല്ലുതമയവാഹം നാണ്യതസ്തി സനാതനം. ഈ ഈരടി ചൊല്ല ഞാൻ താനിതെല്ലാം മറ്റൊന്നുമില്ല നൂനം സനാതനം. ലക്ഷ്മി ആലിലകൃഷ്ണനോട് പറയുന്നതായിട്ടുള്ള ഭാഗമാണ്. അതുപോലെ ഗായത്രി സഹസ്രനാമം, അതുപോലെ ഗായത്രി ഓം ഭൂർഭുവസ്വ തലസവിതൃവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോയോ എന്ന പ്രചോദയാൽ. ഇതിൻ്റെ വിസ്താരം 10-15 അധ്യായങ്ങൾ 16 അധ്യായങ്ങളായിട്ട് വിസ്തരിച്ച് പറയണം. അത് മുഴുവൻ കേൾക്കുക. ഈ ദേവീഭാഗവതത്തിൻ്റെ ഒടുക്കത്തിലാണ് അത് പറയുന്നത്. അപ്പം അത് കേട്ട് കഴിഞ്ഞാൽ സാധാരണ എല്ലാ ദുഃഖങ്ങളും തീരുമെന്നാണ് പറയുക. പുരാണമെല്ലാം ഉത്കൃഷ്ടം, എന്നാലും ഇതു കാരണം ദേവി ഭാഗവതത്തിൻ്റെ ഷോഡശാംശത്തൊത്തിട ശ്രീനാരായണായ ധർമ്മതനയൻ സദ്ധർമ്മമോതുന്നതായി ദേവി ഗീത ഹിമാചലത്തോട് ജഗന്മാതാവു താൻ ചൊൽവതായി. ഗായത്രി വിധിയുള്ളതായി അഥ മണിദ്വീപത്തെ വർണ്ണിപ്പതാം ശ്രീമൽ ഭാഗവതാഭിതം വിമലം ഈ ഗ്രന്ഥം ദ്വിജന്തൻ ധനം. വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു ശ്ലോകമാണ് ഇത്. ഇതിൽ ദേവി ഗീത പാർവതിയായിട്ട് ജനിച്ച് ഈ ഹിമവാനോട് പറയുന്ന 9 അധ്യായങ്ങളുണ്ട് 7ാമത്തെ സ്കന്ധത്തിൽ ഒടുക്കം. അത് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഉപദേശമാണ്. അതേപോലെ ശ്രീനാരായണ ഭഗവാനാണ് ഈ നാരദനോട് എല്ലാ ധർമ്മങ്ങളും ഓതി കൊടുക്കുന്നത്. അതേപോലെ ഗായത്രി വിധി ഇതിൽ വിസ്തരിച്ച് പറയണു. അപ്പോൾ ഇത് വിപ്രന്മാരുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്വത്ത് സമ്പാദ്യമാണ് ഈ ദേവി ഭാഗവതം. അതിനാൽ അന്യമീപ്പാരിലില്ല ഇതിനു സമാനമായി. അതുകൊണ്ട് ഈ പുരാണത്തെ സദാ സേവിക്ക വിപ്രരെ. ആർത്തൻ പ്രഭാവമഖിലം വിധി വിഷ്ണുരുദ്രന്മാർക്കും സഹസ്രരസനൻ അറിഞ്ഞുകൂടാ. അംശാംശമാർക്കവരും എന്തിഹ പിന്നെ അന്യർ അർപ്പിക്ക കൂപ്പുകരം ആ ജഗദംബികയ്ക്കായി. അപ്പോൾ ഇത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്കോ അനന്തനോ സരസ്വതിക്കോ മുഴുവൻ ഇതിനെ പറയാൻ സാധിക്കില്ല എന്ന് പറയണം. അത്രയും കൂടുതൽ പ്രാധാന്യമുണ്ട്. ആർത്തൻ്റെ താരടി അണി പൊടി കൊണ്ടു വിശ്വം സൃഷ്ടിപ്പത് വിധി ഭരിപ്പത് വിഷ്ണുദേവൻ. രുദ്രൻ ഹരിപ്പത് അവർ നിഷ്ക്രിയർ താനതെന്നേ അർപ്പിക്ക കൂപ്പുകരമ ജഗദംബികയ്ക്കായി. ശ്രീ മഹാദേവേ നമ. സുധാഗോപാരത്തിൽ സുരതരുവനം ചൂഴ്ന്നു വിലസും മണിദ്വീപം ചിന്താമണിഗൃഹം അതിൽ സുന്ദരതമം അതിൽ ചാലേ സാക്ഷാൽ ശിവനുടയ മാറത്ത് മൃദു സുസ്മിതം തൂകും തായേ തവ നുതി സദാ മോക്ഷസുഖദം. ഇപ്പോൾ 12ാമത്തെ അധ്യായത്തിൽ ഒടുക്കത്തെ 2-3 അധ്യായങ്ങളായിട്ട് 10, 11, 12 ആയിട്ട് 3 അധ്യായങ്ങൾ. അതിൽ മണിദ്വീപ് വർണ്ണനയാണ്. അപ്പോൾ അതിൽ ഈ ചിന്താമണി ഗൃഹത്തിൽ ഈ 1000 കാല് മണ്ഡപമൊക്കെ കഴിഞ്ഞ് ദേവന്മാരായിട്ട് മഹാദേവൻ്റെ തൃത്തുടയിൽ ഈ മഹാദേവി ഇരിക്കുന്നതായിട്ടുള്ള രീതിയിൽ നമുക്ക് അമ്മയെ കാണാൻ സാധിക്കുന്നു. വദനയായിട്ടുള്ള ചിരിക്കുന്ന മുഖത്തോടു കൂടി അമ്മയെ ആരാണോ സ്മരിക്കുന്നത് അവർക്ക് ഈ കഥ കേട്ട് അമ്മയെ ധ്യാനിക്കുന്നത് അവർക്ക് ഇഹസുഖം കിട്ടും, മുക്തിയും കിട്ടും. ത്രിമൂർത്തികൾ ഋഷീന്ദ്രന്മാർ തൊട്ടോരെല്ലാം ഭജിക്കുവോർ അണയ്ക്കട്ടെ ശുഭം മന്നിൽ മണിദ്വീപാധിദേവത. ലോകാ സമസ്ത സുഖിനോ ഭവന്തു സർവേ സന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേത്. ശ്രീ മഹാദേവി നമഃ. ദേവി ഭാഗവത മഹാത്മ്യ വർണ്ണനം 5ാം അധ്യായം സമാപ്തം. ശ്രീ മഹാദേവി നമഃ. സ്കന്ദപുരാണത്തിലെ മാനസഖണ്ഡത്തിലെ 5 അധ്യായങ്ങളാണ് ഇപ്പോൾ നമ്മൾ 2 ഭാഗങ്ങളായിട്ട് പറഞ്ഞത്. നമുക്കത് ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ 1ാമത്തെ അധ്യായം തുടൽ 12 സ്കന്ധങ്ങളിലായിട്ട് 318 അധ്യായങ്ങൾ 18,500ഓളം ശ്ലോകങ്ങൾ നമുക്ക് കേൾക്കാം. ശ്രീ മഹാദേവി